ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചിന്തിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രാക്ടിക്കലായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ പെരുമാറുക. ഇപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇവിടെ ക്ലാരിറ്റി ഉണ്ടാകും എന്നാണ് കാണാൻ കഴിയുന്നത്. എന്ത് കാര്യമാണെങ്കിൽ പോലും അത് എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു കാര്യം അതെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായിരുന്ന പല സിറ്റുവേഷൻസും മാറി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഊർജമുള്ളൊരു സമയമാണ്. നമുക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു മെസ്സേജ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുമെന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് ചെയ്യണം, ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടില്ല. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അത് നാളെ ആവട്ടെ എന്ന് കരുതി മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളും ആകാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഈ സമയം എടുക്കുന്നതുമാകാം. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ടെമ്പറൻസ് ആണ്. തീർച്ചയായിട്ടും ജീവിതത്തിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. അതുപോലെ തന്നെ കോംപ്രമൈസ് ആകാതൊക്കെ നിൽക്കുന്ന വഴക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം അത് കോംപ്രമൈസ് ആകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു സമയം സംസാരിക്കാൻ പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രയോജനമൊന്നും അവിടെ നിന്നും ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ സംസാരിക്കാൻ പോകാതിരിക്കുക. ഒരു ബാലൻസിലൊക്കെ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബാലൻസ് വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിക്കുക. ചില കാര്യങ്ങളിൽ നമ്മളുടെ ബുദ്ധിയും വേണം, ചില കാര്യങ്ങളിൽ നമ്മളുടെ ഹൃദയവും വേണം. അപ്പോൾ രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും അത് ബാലൻസ് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കാം. അത് ഈ സമയം ഒരു ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത്
വേറെ ആരുടെയെങ്കിലും ഒരു മെസ്സേജിൽ നിന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ആൻസർ ലഭിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു വഴികാട്ടി നിങ്ങളുടെ സോൾ തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഈ സമയം നിങ്ങളിൽ വരുന്ന ആ ഒരു തോന്നലുകളെ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. അത് വെറും തോന്നലുകളാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയാതിരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്, കഴിയുന്ന ആളുകളും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി അത് വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷനായിട്ട് അത് ദൈവം കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ ഹയർഫിൻറ്റിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കാത്ത കാര്യങ്ങളൊക്കെ അത് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ മെഡിറ്റേഷനിലൂടെ ആയിരിക്കാം അറിയുന്നത്, അല്ലെങ്കിൽ ടാറോയിലൂടെ, ഡ്രീംസിലൂടെ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ മെസ്സേജിനെ നിങ്ങൾ സ്വീകരിക്കുക, ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതിയൊരു റിയലൈസേഷനാണ്. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പുതിയതായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ, അതൊക്കെ വളരെ സമാധാനത്തിൽ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്, നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കിയെടുക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ആഗ്രഹം എന്താണ്, നമ്മളുടെ സോളിൻ്റെ ആഗ്രഹം എന്താണ്, ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിയും കഴിവും ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഹിഡൻ ട്രൂത്ത് എന്താണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിലെ കുറേ ആളുകൾക്കും ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ലഭിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തു പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾക്കും തീർച്ചയായിട്ടും ഒരു ഗുരുവിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ എംപററാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അത് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു എനർജിയാണിത്. അത് മറ്റുള്ളവർ ചെയ്യേണ്ടതല്ല, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങളിവിടെ ആക്ഷൻ എടുക്കുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് നിർത്താനും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഒക്കെ ഇവിടെ സാധിക്കുമെന്നാണ്. അപ്പോൾ പാസ്റ്റിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സ്വയം സാധിക്കില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകൾ, നിങ്ങളുടെ അത്തരത്തിലുള്ള ആ ഒരു ചിന്തകൾക്ക് ഇവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള ചിന്തയൊക്കെ ഈ സമയം നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നി തുടങ്ങാനുള്ള ചില സാഹചര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ സഹായിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകളയണം എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
ആ ഒരു പവർ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സോൾ പവറിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരിക്കേണ്ടിയ ആ ഒരു ചെയർ ഉണ്ട്. ആ ഒരു ചെയർ നിങ്ങളായിട്ടിവിടെ കണ്ടെത്തി അതിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചില ദൃഢമായ തീരുമാനങ്ങളൊക്കെ എടുത്ത് അവിടെ നിങ്ങൾ എത്തുന്നതുമാകാം. ഇപ്പോൾ കുറേ കോൺഫ്ലിക്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലിയർ വിഷൻ ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ജോലിക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി ഓഫർ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ശക്തി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ഉണർത്താൻ ശ്രമിക്കുക. അങ്ങനെ തിരിച്ചറിയാനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ സമയം എന്ത് കാര്യം ചെയ്യാനും ഒരു പ്രത്യേക ധൈര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. എത്ര വലിയ സാഹചര്യത്തെയും എന്തിനേയും നമുക്ക് നേരിടാൻ പറ്റും, അല്ലെങ്കിൽ എന്തു പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ, എങ്കിൽ പോലും ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ്. അത്തരത്തിൽ നിങ്ങൾ വളരെ കോൺഫിഡൻസോടു കൂടി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഹാപ്പിനെസ്സിലുപരി നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, അതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്ത് വന്നാലും എനിക്കത് നേരിടാൻ പറ്റും എന്നുള്ളൊരു എനർജിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയും ഈ സമയം നിങ്ങളിൽ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളോടിപ്പോൾ ആരെന്തു പറഞ്ഞാലും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്താൽ പോലും അതിലൊരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പൊതുവെ നമ്മളെ ആരെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കാറുണ്ട് ആ ഒരു സമയം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണല്ലോ ആ വ്യക്തി കാണിച്ചു തന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു ഓഫർ ഈ സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട് എന്നാണ്. മാത്രമല്ല പൈസയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതോ ഒരു യാത്രയ്ക്ക് നിങ്ങൾ പുറപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ ഒരു വീട് നോക്കാനായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഹനം നോക്കാനായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ പൈസ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ ഒരു ബിസിനസിന്റെ കാര്യം സംസാരിക്കാൻ നിങ്ങൾ പോകുന്നതുമാകാം. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാർട്ടിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിന് ഒരു മൂവ്മെന്റ് ഇല്ലായിരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം പൈസയുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എന്തോ ഒരു കാര്യം വന്നെത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതൊരു യൗവനത്തിൻ്റെ എനർജി കൂടിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് പ്രായമായൊരു വ്യക്തിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏത് പ്രായമായാലും ആ പ്രായത്തെക്കുറിച്ച് നിങ്ങൾ മറന്നേക്കുക. നിങ്ങളൊരു യൗവനത്തിലാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു യൗവനത്തിൻ്റെ എനർജി സ്വീകരിച്ച് അതിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പൈസയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരും. അല്ലെങ്കിൽ ഒരു ജോലിയാണ് വേണ്ടതെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നൊരു മെസ്സേജ് എന്തെന്നാൽ ഇവിടെ നമുക്ക് ക്യൂൺ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ബോട്ടം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എംപററും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും
ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു സ്ഥാനം അത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. ഇത് ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം നഷ്ടപ്പെട്ട് നിങ്ങളെ അവഗണിച്ചവർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുന്നു എന്നാണ്. നിങ്ങൾ അർഹിക്കുന്ന സ്ഥാനം നൽകി അവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു ലഭിക്കുന്നതുമാകാം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റക്കായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു സ്റ്റക്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ചിന്തിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നൊരു എനർജിയുമുണ്ട്. പുതിയ ഐഡിയാസ് അത് മനസ്സിൽ ഫോം ചെയ്യുന്നതുമാകാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടുന്ന എന്തോ ഒരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്കതിൻ്റെ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യത്തെപ്പറ്റി ഈ ഒരു സമയം കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുൾ കാർഡാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വളരെ കോൺഫിഡൻസോടു കൂടി പുതിയൊരു കാര്യം തുടങ്ങുന്ന എനർജിയാണ്. ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സമയം. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്തൊക്കെ തടസ്സങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ടും ഇവിടെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനത്തെ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ടവറാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പെട്ടെന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ വിചാരിച്ചിരുന്ന തെറ്റായ എന്തോ ഒരു കാര്യം അത് ഇല്ലാതായി, അല്ലെങ്കിൽ ആ ഒരു സത്യം പുറത്തു വരുന്നൊരു സമയമാണ്. അതായത് നിങ്ങൾ വിശ്വസിച്ചിരുന്ന കാര്യം സത്യമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ നിങ്ങളിതുവരെ കൊണ്ടുപോയിരുന്ന പഴയ ആ ഒരു പാറ്റേൺ അതൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ എന്തോ തകർന്നു വീഴുന്നത് നിങ്ങൾ കണ്ടു നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷെ ഇത് മറ്റാർക്കോ സംഭവിക്കുന്നതാണ്. നിങ്ങൾ അതിനൊരു സാക്ഷിയാകേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നും തന്നെ നെഗറ്റീവായി സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ചാരിയറ്റാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു വ്യക്തത ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളെയും നിയന്ത്രിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം. അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് നിങ്ങൾ പറയൂല. ഇമോഷൻസ് ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മുമ്പിൽ അത് ആവശ്യമില്ല എന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ പ്രകടിപ്പിക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി എന്താണ്, മുന്നോട്ട് നിങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, ആ ഒരു പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ അവിടെ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, ആരെയൊക്കെ മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വഴി കാണാതിരുന്ന ആളുകൾക്കൊക്കെ ഒരു വഴി തെളിഞ്ഞു വരുന്നൊരു എനർജിയാണ്. അതും ഒരുപാട് വേഗത്തിൽ, വളരെ സ്പീഡിലാണ്. ശരിക്കും ഒരു ഇൻറ്റ്യൂഷൻ പോലെ നിങ്ങൾക്കത് കിട്ടുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ പോകേണ്ട വഴി എങ്ങനെ, എന്തൊക്കെ, അതൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ പോലെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ സ്പീഡിലുള്ളൊരു ഗ്രോത്ത് ആണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പല കാര്യങ്ങളും ചിലപ്പോൾ ആലോചിച്ച് മാത്രം വെച്ചിരുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സഡൻ ആയിട്ടുള്ളൊരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്ന ഒരു എനർജിയാണിത്. ഈ സമയം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ
പോകണമെന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പോകും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്ര കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മെഡിറ്റേഷനിലൂടെ ഒരുപാട് ഇൻസൈറ്റ് ഈ ഒരു സമയം കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമയം മെഡിറ്റേഷനിലൂടെ മെസ്സേജസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രകൃതിയുമായിട്ടൊക്കെ ഒന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ പ്രകൃതിയുമായിട്ട് നിങ്ങൾ കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. മഴയില്ലാത്ത സമയത്ത് നിങ്ങൾ ആൽമരം പോലുള്ള മരങ്ങൾക്ക് കീഴിൽ ഇരിക്കാനൊക്കെ ശ്രമിക്കുക. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി, ഇപ്പോൾ കറുത്തവാവല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കുക, അതുകൂടി പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചുറ്റുപാടും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഒന്നിറങ്ങി ആ ഒരു എനർജി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു മൂൺ എനർജി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകൾ നിങ്ങളിവിടെ തിരിച്ചറിയുന്നുണ്ട്. പല ഇൻഡ്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പല ആൾക്കാർക്കും ഈ സമയം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയം നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന ആളുകൾ നന്നായിട്ടൊന്ന് വിശ്രമിക്കുക. വേറെന്തെങ്കിലും കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് കരുതി നിങ്ങൾ ഉറങ്ങണമെങ്കിൽ ഉറങ്ങുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ ഇതുകൂടി കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് ഒരു റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയം തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കുക. പിന്നെ ഇവിടെ മജീഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ ചിന്തകളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതായത് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അങ്ങനെ ഒരു ചിന്തയെ വരാൻ പാടില്ല. അല്ലെങ്കിൽ എനിക്കെപ്പോഴും പ്രശ്നങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കി കളയുക. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോയിട്ട് വീണ്ടും അത് മാനിഫെസ്റ്റ് ആകും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വിചാരിക്കും തോറും നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാൽ ഇത് തന്നെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് തന്നെ വീണ്ടും മാനിഫെസ്റ്റ് ആകും, വീണ്ടും റിയാലിറ്റിയിലേക്ക് വരും. അതിനാൽ എപ്പോഴും നമ്മൾ നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സന്തോഷം കൊണ്ട് തന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോകും. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കും പ്രവൃത്തികളും ചിന്തകളും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു സമയം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില ആൾക്കാർക്ക് പുതിയ ചില ആളുകൾ അബൻഡൻസുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ പുതിയ യാത്രകൾ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ചലനം സംഭവിക്കുന്ന സമയമാണിത്. സമൃദ്ധിയാണ് ഈ സമയം കാണുന്നത്. മാത്രമല്ല ഇവിടെ 3 ഓഫ് സോർഡ്സിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം പോലും പാസ്റ്റിലെ വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചില പ്രവൃത്തികൾ വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നതുമാകാം. അപ്പോൾ പാസ്റ്റിലും നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നു എങ്കിൽ ഇപ്പോഴും നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വേദനയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വേദനയിൽ തന്നെ തുടരാതെ അത് നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളെ എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഒരു വ്യക്തി എത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അവർ നിങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വീണ് കിടക്കുന്ന ഇടത്ത് നിന്നും നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
നിങ്ങൾക്കൊരു സഹായം വേണമെന്ന് അവർ സ്വയം മനസ്സിലാക്കി അവർ വരുന്നതുമാകാം. അതായത് ഒരു മാജിക് പോലെ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യവും കാണുന്നുണ്ട്. മാത്രമല്ല ഇത് ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിൽ പോകുന്നതുമാകാം. മറ്റേതോ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പാസ്റ്റിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തിയാകാം. പക്ഷേ ഈ ഒരു സമയം അവർക്കൊരു സഹായം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അവിടേക്ക് നിങ്ങൾ പോകുന്നതുമാകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നതാകാം. അതായത് എനിക്കിങ്ങനെ ഇരുന്നാൽ പോരാ, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നതാകാം. നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഉണ്ടാവാം. അപ്പോൾ അതിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി മാറ്റുക. ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായി ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ തന്നിട്ടുള്ള ആ ഒരു സ്ട്രഗിള്, നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന ആ ഒരു സ്ട്രഗിള്, അത് വേറൊരു വലിയ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മുന്നിലുള്ള സ്ട്രഗിൾസ് എല്ലാം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. എന്നാൽ അങ്ങനെ ഒരിക്കലുമല്ല. കാരണം എന്ത് സ്ട്രഗിളാണ് നമുക്ക് മുന്നിൽ ഉണ്ടായതെങ്കിൽ പോലും അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം മാത്രമാണ്. അത് ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ ചെറിയ അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ പോലും അതൊന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് പൈസ വരുന്ന ഒരു ചെറിയ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം. അത് നിങ്ങൾ ചെയ്യുക. ഈ സമയം വലിയൊരു തുടക്കം കാണുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പൈസയെ പറ്റിയൊക്കെ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരു വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതാകാം. ഇതിൽ കുറേയധികം ആളുകളും സ്റ്റോപ്പ് ചെയ്തിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പൈസ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയ ഒരു ബിസിനസ്സിൽ നിന്നാകാം. അപ്പോൾ അവിടെ നിന്നും ചെറിയ രീതിയിൽ ആണെങ്കിൽ പോലും നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. ഇവിടെ നിങ്ങളൊരു പുതിയ ദിശയിലേക്ക് പോകുന്നുണ്ട്. അതായത് ചില ആൾക്കാർ നിങ്ങൾ പഴയ ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കണോ, പഴയ സ്ഥലത്ത് തന്നെ നിൽക്കണോ, അതോ പുതിയൊരു ദിശയിലേക്ക് പോകണോ എന്നിവിടെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളൊന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന എനർജി കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന ആൾക്കാരുടെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ അങ്ങനെ ഭയപ്പെടരുത് എന്നാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊരു പ്ലാനിങ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. ഇവിടെ നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷേ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വഴികൾ നിങ്ങൾക്ക് തുറക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന വഴികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നാണ്. അത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.